ചരിഞ്ഞൊക്കെ നടക്കല്ല. അതാണ്ടേ ചരിഞ്ഞൊക്കെ അല്ല. ഹായ് മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര പത്തനംതിട്ട ജില്ലയിലേക്കാണ്. പത്തനംതിട്ടയിൽ പെരുന്തിനരുവിയാണിത്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ബർത്ത്ഡേ പാർട്ടിക്ക് ആദ്യം കൊണ്ടിട്ട് ഒന്ന് കറങ്ങാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫാമിങ്ങും കാര്യങ്ങളും ഫിഷിങ്ങൊക്കെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചോദിച്ച കാര്യം എന്നൊക്കെ കരുതി കൊണ്ടാണ് ഞാൻ മനസ്സിൽ കരുതിയിട്ടാണ് ഇങ്ങോട്ടൊക്കെ വന്നത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, മീനൊന്നും പിടിക്കുന്നതിൻ്റെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അറിയാമല്ലോ, ഈ പെരുന്നേരി എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണ്. ഡേഞ്ചർ എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ഗർത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ കാണാൻ ചെന്ന് അല്ലെങ്കിൽ സാഹസികമായിട്ട് എന്തെങ്കിലും കാണിച്ച് അതിനകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ചാടിക്കയറാനൊന്നും പറ്റത്തുന്നില്ല. കുറച്ച് ഡേഞ്ചർ ഏരിയയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോറസ്റ്റിലേക്കുള്ള യാത്രയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ വലിയ ഡേഞ്ചർ എന്ന് പറയാനായിട്ട് ഡേഞ്ചറായിട്ടൊന്നുമല്ല, അവിടെ കുറച്ച് വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഡേഞ്ചർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിക്രമിച്ച് കാട്ടിനകത്ത് കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡേഞ്ചർ ആയിരിക്കാം. പുറത്ത് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ആന ഇറങ്ങുന്ന റൂട്ടാണ്. കാരണം ഇവിടെ ഒരുപാട് ആനപ്പിണ്ടവും കേരളമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മിക്ക സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഞാൻ ആനപ്പിണ്ടവും കേരളക്കാണ് കാണുന്നത്, ആനയെ കാണാറില്ല. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു ഫ്രഷ് ആനയുടെ മണവും അതുപോലെ ഞങ്ങൾക്ക് എന്തോ ഒരു ഫീൽ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് മരങ്ങളും, മരം എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ മരം ഒക്കെ ഇങ്ങനെ തട്ടിമറിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി നമ്മൾ കാട്ടി നിർത്താൻ പാടില്ല. ഞാൻ നിർത്തിയതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വ്യൂ ഉണ്ട്. മുന്നിൽ നിന്നാണെന്നുണ്ടെങ്കിലും പുറകിൽ നിന്നാണെന്നുണ്ടെങ്കിലും സൈഡിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളുണ്ട്. നമുക്ക് ആന വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടി നമുക്ക് വളച്ചെടുക്കാനോ എടുത്തുകൊണ്ട് പോകാനോ ഒക്കെ പറ്റുന്നൊരു സ്ഥലം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വണ്ടി നിർത്തിയത്. അല്ലാതെ വണ്ടി നമ്മൾ കൊടുങ്കാടാണെന്നുണ്ടെങ്കിൽ തിക്ക് ഫോറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിർത്താൻ പാടില്ല. അവിടെ അങ്ങനെ പ്രശ്നം ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് നിർത്തിയത്. അപ്പോൾ നമ്മൾ കാട്ടിനകത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വണ്ടി നിർത്തുന്നതും അത്ര ശരിയാണ്. നിർത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇറിറ്റേറ്റും കാര്യങ്ങളൊന്നും ചെയ്യിക്കാൻ പാടില്ല. പിന്നെ ഇവിടെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ 1-2 സ്കൂൾ കുട്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ വഴിയല്ല, ഈ കാടിന് മുന്നേ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ പോകുന്നൊരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. വലിയൊരു കുഴപ്പമുള്ള ഭാഗമായിട്ട് എനിക്ക് തോന്നില്ല. ഇങ്ങനെ എനിക്ക് ആനയൊക്കെ ഇറങ്ങുന്നൊരു റൂട്ടാണ്, പക്ഷേ വലിയൊരു ഡേഞ്ചറായിട്ടൊന്നും തോന്നുന്നില്ല. വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഇവിടെയാണെന്നുണ്ടെങ്കിലും അതേപോലെ മാമ്പഴത്തിലായിക്കോട്ടെ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും ആനപ്പിണ്ടമാണ് കാണുന്നത്. ആനയെ അങ്ങനെ അധികം കാണാൻ പറ്റത്തില്ല. നെല്ലിയാമ്പതിയിലും അതേപോലെ വൽപ്പാറിലൊക്കെ പോയ സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടങ്ങളിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആനയോ കാര്യങ്ങളോ ഒന്നും. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. എന്ന് വെച്ചാൽ എനിക്ക് ഫോറസ്റ്റ് കാട്ടിൽ പോവുക, അല്ലെങ്കിൽ എനിക്ക് ഇവിടെയൊക്കെ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ടെൻ്റ് അടിക്കാനൊന്നും പറ്റത്തില്ല. കാരണം എന്തായാലും ഒരു വൈകുന്നേരം സമയം കഴിഞ്ഞിട്ടാണ് ആനയൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് ഒരു ട്രക്കിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും മലമുകളിൽ പോയിട്ട് അവിടെ ടെൻ്റൊക്കെ അടിച്ച് ക്യാമ്പ് ചെയ്യുക, അപ്പോൾ ഇങ്ങനെയുള്ള സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ പിന്നെ നമ്മൾ മീനിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടായതുകൊണ്ട് ഞാൻ ആലോചിച്ചു റീലും കാലൊക്കെ മേടിച്ചിട്ട് ചൂണ്ടൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾക്ക് പോയിട്ട് അവിടെ ചൂണ്ടയിട്ടാലോ എന്നൊക്കെ ഇങ്ങനെ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ചൂണ്ടിടണം എന്നൊരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് അതും കൂടെ ചോദിക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പോൾ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ചൂണ്ടിടുന്നത് കൊണ്ട് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്തേനരുവിയിൽ ഒരുപാട് ഗർത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കാണാൻ നമ്മൾ ചാടി ഇറങ്ങിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ തിരിച്ച് എഴുന്നേൽക്കാൻ പറ്റാത്ത ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. കാരണം നമ്മൾ സ്റ്റക്കായി പോകും ഈ ഒരു കുഴികളിൽ. ഈ ഒരു കുഴി എന്ന് പറയുന്നത്, ഗർത്തം എന്ന് പറയുന്നത് വലിയ സൈസോ കാര്യങ്ങളൊന്നും ഇല്ല, വളരെ ചെറിയ സൈസും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സ്റ്റക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കൈ താഴെയും കാല് മുകളിലായി ഇപ്പോൾ സ്റ്റക്കായി പോകും.